കൂടുതൽ മക്കളെ ഓത്തു കേൾക്കാനും പാഠ്യവിഷയങ്ങൾ നോക്കാനും രക്ഷിതാക്കൾ ആണും പെണ്ണും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പഴയകാലത്തെ പോലെ അരമണിക്കൂർ പോരാ. ഇശാ മഗ്രിബിന്റെ ഇടയിലും അതിന് ശേഷമുള്ള സമയം ജമാഅത്ത് കഴിഞ്ഞ് കിട്ടുന്ന മിക്ക സമയങ്ങളും കുട്ടികളെ ഓത്തും എഴുത്തും വായനയും ശ്രദ്ധിക്കാൻ വേണ്ടി ബാപ്പമാരും ഉമ്മമാരും അക്ഷീണം യത്നിച്ചതിന് വേണ്ടി തപസ്സിരിക്കണം. എന്നാലേ കുറച്ചെങ്കിലും ഓതാൻ കിട്ടുള്ളൂ. എന്നാലേ കുറച്ചെങ്കിലും കാര്യങ്ങൾ അവർ പഠിച്ച് അവരെ ഹൃദയത്തിലേക്ക് എത്തുള്ളൂ. കാരണം പരിധി വന്നുപോയി, പരിമിതി വന്നുപോയി. ആ പരിധിക്കും പരിമിതിക്കും നമ്മൾ സപ്പോർട്ടും ചെയ്തു കൊടുത്തുപോയി. അങ്ങനെയാകുമ്പോ വിശദമായി പഠിപ്പിക്കാൻ നല്ല കഴിവും യുക്തിയും ശേഷിയൊക്കെ ഉള്ള പണ്ഡിതന്മാർ അതൊരു ചുരുക്കാണ്. ഒരു വായന മാത്രം. ആ വായനയിൽ ഒരു അരമണിക്കൂർ